ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വേദ വിക്രത്തോട് പറയാണ്, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതൊന്ന് പിടിച്ച്. എന്തിനാ? അതെ, എനിക്ക് ഈ സാരി ഒന്ന് മടക്കി വെക്കണം, ഒന്നിത് പിടിക്ക്. അതങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്കൊന്നും പറ്റില്ല നിൻ്റെ സാരി പിടിക്കാൻ. അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ അലമാര ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ എന്ത് നീറ്റായിട്ടാണ് ഞാനത് മടക്കി വെച്ചിരിക്കുന്നത്. നിന്നോടാരെങ്കിലും പറഞ്ഞോ അത് മടക്കി വെക്കാൻ? അതെ, പറയാതെ ചെയ്യുന്നതിനെ സ്നേഹം എന്ന് പറയും. നിന്നോടാര് പറഞ്ഞടി എന്നെ സ്നേഹിക്കാൻ? അതെ, നിങ്ങളുടെ ഈ മുക്രിയിടുന്ന ശബ്ദവും വെട്ടുപോത്തിൻ്റെ നോട്ടവും കൊല്ലാൻ പാകത്തിനുള്ള ആ ചിരിയും കാണുമ്പോൾ എൻ്റെ മനസ്സാകുന്ന കൂട്ടിൽ നിന്നും കുരുവികൾ ഇങ്ങനെ പറന്ന് പറന്ന് വരികയാണ്. കൂ 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 എന്നുള്ള ശബ്ദം ഉണ്ടാക്കി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് ഇങ്ങനെ വല്ലാതാവുന്നുണ്ട്. കാരണം അത്രയും വിക്രത്തെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി പറയുകയാണല്ലോ. ഹയ്യേ, നീ ഒന്ന് പോവാൻ നോക്കിയേ. ഞാൻ പോവില്ല, ഈ സാരി മടക്കി തരാതെ ഞാൻ പോവില്ല വിക്രം, പ്ലീസ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാഞ്ഞിട്ടല്ലേ. വിക്രം ഒന്ന് സഹായിക്കുക. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വിക്രം ഇങ്ങനൊരു ഗതി വേറെ ആർക്കും വരുത്തരുതെന്ന് പറഞ്ഞിട്ട് ആ സാരി ഇങ്ങത്താന്നും പറഞ്ഞ് വാങ്ങിയിട്ട് ഇങ്ങനെ മടക്കാൻ ശ്രമിക്കുകയാണ്. ഡി, നോക്കി നിൽക്കാതെ ഈ സാരി മടക്കടി. നിങ്ങളെങ്ങനെ മടക്കി പോക്കറ്റിലിടാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താടി നീ പറഞ്ഞത്? ഈ സാരി എങ്ങനെ മടക്കാം വിക്രമൻ ചേട്ടാന്ന് ആലോചിക്കായിരുന്നു. ഡി കൊഞ്ചാതെ ഈ സാരി മടക്കാൻ നോക്കടി. എൻ്റെ വിക്രമൻ ചേട്ടാ, വല്ലപ്പോഴും ആരും കാണാതല്ലേ ഞാനൊന്ന് കൊഞ്ചുന്നുള്ളൂ. വർത്താനം പറയാതെ സാരി മടക്കാൻ നോക്കടി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് സാരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ സാരി ഒന്ന് മടക്കി ഒതുക്കാൻ നോക്ക്. അതെ, ഇത് പെട്ടെന്ന് മടക്കി ഒതുക്കാനേ കൂലിത്തല്ലല്ല, സാരി മടക്കല. എങ്കിൽ നീ തന്നെ മടക്കടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം സാരി വിട്ട സമയത്ത് വേദ ഇങ്ങനെ നേരെ പോയി വിക്രത്തിൻ്റെ നെഞ്ചിൽ പോയി ഇടിക്കുകയാണ്. അവരുടെ നെഞ്ചിലും ഇടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നെറ്റിയും ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ തല നിറച്ചെന്താ കരിങ്കല്ലോ? പിന്നെ നിന്റെ തല നിറച്ചും പന്നിക്കെട്ടാണല്ലോ. എനിക്കും നിന്നെ പോലെ തന്നെ നല്ല വേദനയുണ്ട്. എന്തായാലും ഇടിച്ചതല്ലേ, ഒന്നും കൂടി ഇടിച്ചെന്നും പറഞ്ഞിട്ട് വേദ ഇങ്ങനെ നെറ്റി വെച്ച് കൊടുക്കണേ. ഇതെന്താ സിനിമയോ? നീ ആരാ, ജനീല ഡിസൂസിയോ? അതെ, സന്തോഷ് സുബ്രഹ്മണ്യം കണ്ട ശേഷം എനിക്കും ആ തോന്നലുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ജയൻ്റെവിയുടെ ഒരു ഗ്ലാമറും ഇല്ല. പെട്ടെന്ന് വിക്രത്തിൻ്റെ നോട്ടം മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് നോക്കിയെന്ന് പറയാണ്. വിക്രം അങ്ങോട്ട് നോക്കിയ സമയത്ത് നമ്മുടെ വേദ കയറിയിട്ട് വിക്രത്തിൻ്റെ നെറ്റിയിലൊന്ന് കൂട്ടിമുട്ടുകയാണ്. അതെ, കൊമ്പ് മുളയ്ക്കാതിരിക്കാനാ. ഇത് കേട്ട വിക്രം നിന്നെ ഞാനെന്നും പറഞ്ഞിട്ട് തലേന്നെടുത്ത് അടിക്കാൻ നോക്കുമായിരിക്കും വേദ. അയ്യോ, കൊമ്പ് മുളച്ചാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജെനിയും രാധയും MD ഫിനാൻസേഴ്സിലെത്തുന്നതും രാധ തൻ്റെ ഓട്ടോ അവിടെ നിർത്തിയിട്ടത് കണ്ടിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. വാ, നമുക്ക് മാനേജറോട് സംസാരിക്കാം. സർ, എൻ്റെ വണ്ടി ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നു. അതിനാണല്ലോ ഞങ്ങളൊരു സ്പെയർ കീ ഇവിടെ വാങ്ങി വെച്ചത്. മൂന്നടവ് തെറ്റിയാൽ ഇവിടേക്ക് എടുത്തുകൊണ്ട് വരും എന്നുള്ളത് രാധയ്ക്ക് അറിയില്ലേ? സർ, ഞാനിതുവരെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതല്ലേ. അതെ, അപ്പോഴൊന്നും ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടില്ലല്ലോ. സർ, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തന്നൂടെ? കുട്ടി, എനിക്ക് തരണം എന്നുണ്ട്. അങ്ങനെ തന്നാൽ നാളെ മുതൽ ഞാൻ ഈ സീറ്റിൽ ഉണ്ടാവില്ല. സർ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ അടച്ചോളാം. അതെ, ഒരാഴ്ചയൊന്നും കാത്തു നിൽക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. നാളെ ഉച്ചയ്ക്കുള്ളിൽ പൈസ അടച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം. അല്ലെങ്കിൽ ഞങ്ങൾ ലേലം വെക്കും. ലേലത്തിൽ എന്തെങ്കിലും അധികം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തരുകയും ചെയ്യും. സർ, കുറച്ചൊരു മനുഷ്യപ്പറ്റായി സംസാരിക്കണം സർ. സർ, അവൾ പണം അടയ്ക്കും സർ, ഞാൻ ഗ്യാരണ്ടി. ഓ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലേ നിൻ്റെ ബുക്കും പേപ്പറും വെച്ചിട്ട് പൈസ എടുത്തിട്ട് അവൾ പണം അടച്ച് ഇപ്പം തന്നെ തീർക്കട്ടെ. അതിന് സർ, എൻ്റെതും ഇവിടെ തന്നെയാണ്. ആണല്ലോ, എങ്കിൽ പിന്നെ രണ്ടും ചെല്ലാൻ നോക്ക്. എന്നിട്ട് പൈസയായിട്ട് വാ. അവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നിയിട്ട് രാധ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ ജെനിയും പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ വേദ വീട്ടിലിങ്ങനെ നെയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് വിക്രം അടുക്കളയിലേക്ക് വന്നതും ഓരോ പാത്രം ഇങ്ങനെ പൊക്കി നോക്കുകയാണ്. അല്ല, എന്താ തിരയുന്നത്? ഭക്ഷണം ഉണ്ടോയെന്നാണോ? അല്ലാതെ പിന്നെ അടുക്കളയിൽ വേറെ എന്താ തിരയേണ്ടത്? അതെ, ഇവിടെ ഒന്നുമില്ല. അല്ല, അമ്മയൊന്നും ഉണ്ടാക്കി വെക്കാതെയാണോ പോയത്? അതെ, വേണേ തന്നെത്താൻ തന്നെ ഉണ്ടാക്കണം. എങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടായിക്കൂടെ? എനിക്ക് വിശപ്പില്ല. നിനക്കല്ലേ വിശപ്പ്, നിങ്ങൾ ഉണ്ടാക്കണം. ഞാനോ? അതെ, ഞാൻ ചായ ഉണ്ടാക്കിയില്ലേ. വിക്രു അതുകൊണ്ട് ചോറുണ്ടാക്ക്. എനിക്കതിന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല. എനിക്കും അറിയൊന്നുമില്ലായിരുന്നു. ഞാൻ അച്ഛമ്മയുടെ ചാനൽ നോക്കിയും പിന്നെ അമ്മയോട് ചോദിച്ചും അങ്ങനെ തന്നെത്താനെ പഠിച്ചെടുത്താണ്. എനിക്ക് അതിന് സമയം ഉണ്ടായിരുന്നില്ല. അതെ, കൊട്ടേഷൻ പണീൻ്റെ ഇടയ്ക്ക് ഈ തന്നെത്താൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ഒരു ഓർമ്മയൊക്കെ വേണമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം ഇങ്ങനെ മുകളിലോട്ട് മച്ചിൻപുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈശ്വര വട്ടായോ. അപ്പോഴാണ് വിക്രത്തിനൊരു ഐഡിയ വരുന്നതും. കാരണം മച്ചിൻ്റെ മുകളിൽ കയറിയാൽ പുറത്തിറങ്ങാലോ. എന്താടി നീ നേരത്തെ പറഞ്ഞത്? മച്ചിട്ട വീടായതുകൊണ്ട് ഓട് പൊളിക്കാൻ പറ്റില്ലെന്ന്. അതിന് മച്ചിൻ്റെ പുറത്ത് കയറിയാൽ നമുക്ക് പുറത്തിറങ്ങിക്കൂടെ? ഞാനൊന്ന് നോക്കട്ടെടി, എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന്.
അയ്യോ വിക്രം പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ പിന്നാലെ കൂടുന്നുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. നീ ഇവിടെ പേടിച്ച് തന്നെ ഇരിക്കണം. നാളെ അവർ വരുന്നത് വരെ നീ ഇങ്ങനെ പേടിച്ചിരുന്ന് വിശന്ന് വലഞ്ഞ് നാശകോശമായിട്ട് ഇവിടെ തന്നെ ഇരിക്കണടി. ഇതും പറഞ്ഞ് നമ്മുടെ വിക്രം മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് വേദ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പം തിരിച്ചു വന്നിട്ട് പറയാണ്, നീ എന്താടി പറഞ്ഞത്? നീ വടയക്ഷിയാണെന്നോ? നീ വടയക്ഷിയല്ലടി, മാരനാണ്. എന്നിട്ട് വീണ്ടും വേദയെ പേടിപ്പിക്കാൻ വേണ്ടി പറയാണ്, നീ രാത്രി ഇവിടെ ഒറ്റയ്ക്കിരിക്കണമടി. നിനക്കറിയോ ഇവിടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം ആദ്യം പൊതു ശ്മശാനമായിരുന്നടി. അവിടെ ആൾസ് തീരാതെ ഒടുങ്ങിയ കുറേ പേരുടെ ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. രാത്രി നിനക്ക് കൂട്ടിന് അവരും വരുമെന്നും പറഞ്ഞിട്ട് വേദയെ പേടിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മച്ചും പുറത്തേക്ക് പോവുകയാണ്. വേദയാണെ തൊട്ട് പിന്നാലെ, അയ്യോ പോവല്ലേ വിക്രം, പോവല്ലേ, എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ, ഇനിയുള്ള ജീവിതം നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിച്ച് തീർത്താൽ മതി. അത് മാത്രല്ലടി, കുറേ ചാത്തന്മാരെ നിന്റെ അച്ഛമ്മ ഈ മച്ചിൻപുറത്ത് കൂടിയിരുത്തിയിട്ടുണ്ട്. ഇന്നത്തോടു കൂടി നിന്റെ ജീവിതം അങ്ങോട്ട് അവസാനിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വീണ്ടും വീണ്ടും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ പേടിച്ച് പനിച്ച് മരിച്ചിട്ടില്ലെങ്കിൽ നാളെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർ നിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചോളും. ഇങ്ങനെയൊന്നും പറയില്ലേ വിക്രം, പോവല്ലേ വിക്രം, പോവല്ലേ വിക്രം പറഞ്ഞിട്ട് വേദ ഇങ്ങനെ തൊട്ട് പിന്നാലെ പോയി വിക്രത്തെ പിടിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ മരണ രാത്രിയായിരിക്കും, ഗുഡ് ബൈ എന്നും പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ മച്ചുമുകളിലോട്ട് കയറാൻ നോക്കിയ സമയത്താണ് കാല് തെറ്റി വേദയുടെ മേലേക്ക് വീഴുന്നതും വേദയും വിക്രോടി ആ മച്ചിൻ പുറത്തുനിന്ന് ഇങ്ങനെ സ്റ്റെയറൊക്കെ ഉരുണ്ട് താഴോട്ട് വീഴാണ്. രണ്ടുപേരോട് ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് വീഴുന്നത്. അങ്ങനെ അവരിങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രണയത്തോടു കൂടി രണ്ടുപേരും ഇങ്ങനെ കണ്ണുകളിൽ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. പെട്ടെന്നാണ് വേദ ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റിട്ട്, അതെ നിങ്ങൾ പറഞ്ഞ ആ ചാത്തനല്ലേ, ആ ചാത്തനെ സേവിക്കാനുള്ള മന്ത്രം എനിക്ക് അച്ചമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓം ചാത്തായ നമ. ഇത് 101 തവണ ഞാൻ പറയും. ഈ സമയത്തൊക്കെ നമ്മുടെ വിക്രം തനിക്കെന്താണ് പറ്റിയത് എന്നുള്ള ആ ഒരു ഞെട്ടലായിരുന്നു. തൻ്റെ ചാത്തൻ തന്നെ വിടാൻ പോകുന്നൊന്നുമില്ല. അതിലെന്താ തനിക്ക് സംശയമുണ്ടോ? അപ്പോഴും വിക്രം ഒന്നും പറയുന്നുണ്ടാവില്ല. തനിക്ക് സംശയമുണ്ടോയെന്ന് പെട്ടെന്ന് വിക്രം ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റിട്ട്, എന്താ പറ്റി? ഞാൻ പറയുന്നത് വല്ലതും താൻ കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? അത് ശരി, അപ്പോൾ താൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വല്ല വേണ്ട വിചാരവും വിചാരിച്ചിട്ടാണെങ്കിൽ തൻ്റെ കണ്ണ് ഞാൻ രണ്ടും കുത്തിപ്പൊട്ടിക്കും. ഹേയ്, ഞാൻ ആ ടൈപ്പൊന്നല്ല, അങ്ങനെ ആവരുത്. നല്ല കുട്ടിയായി എന്നെ നോക്കി ഇവിടെ ഇരുന്നോണം. അല്ല വിക്രം, നിനക്ക് വിശക്കുന്നുണ്ടോ? അപ്പോഴും വിക്രം ഒന്നും മിണ്ടില്ല. വാ തുറന്ന് പറ വിക്രം, നിനക്ക് വിശക്കുന്നുണ്ടോന്ന്. അതുകൊണ്ടല്ലേ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയേ. എങ്കിൽ എഴുന്നേറ്റ് വന്നിരിക്കും, ഞാൻ വിളമ്പിത്തരാം. നോക്കണ്ട, അമ്മയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ വിളമ്പിത്തരാം വിക്രു. മാമുണ്ണാം വാന്നും പറഞ്ഞിട്ട് നമ്മുടെ വേദ എഴുന്നേറ്റ് ഇങ്ങനെ കൈതട്ടി പോവുമായിരിക്കും. ആ സമയത്താണ് വിക്രം നടന്നതെല്ലാം ആലോചിച്ചിട്ട് ചേന്ന് പറയുന്നത്. അത് കേട്ട് നമ്മുടെ വേദ തിരിഞ്ഞു നിന്ന് പറയാണ്, അതെ നിങ്ങൾ എന്നെ പേടിച്ചിട്ട് മച്ച് പൊളിച്ച് പുറത്തു പോകാൻ നോക്കിയതും നമ്മൾ കെട്ടിപ്പിടിച്ച് വീണതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നൊന്നുമില്ല. ഒന്ന് പോടി അവിടുന്ന്, ഒന്ന് പോടാന്നും പറയാണ് നമ്മുടെ വേദ. ഈ സമയം നമ്മുടെ രാധ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ജീനെ ഉപദേശിക്കുന്നുണ്ട്. അതെ, നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതെ, നീ ഫോൺ എടുത്ത് വിക്രമൻ ചേട്ടനോട് കാര്യങ്ങൾ പറ. അതെ, നീ അവരോട് സഹായം ചോദിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ വിക്രമൻ ചേട്ടന് വേണ്ടി ചിലവാക്കിയ പൈസയല്ലേ, അതല്ലേ ചോദിക്കുന്നത്. നീ എന്തായാലും വിക്രമൻ ചേട്ടനൊന്ന് വിളിക്കേണ്ട രാധേ. വിക്രമൻ ചേട്ടൻ ആ ഫിനാൻസ് കമ്പനിയിൽ പോയി സംസാരിച്ച കാര്യങ്ങൾ തീരാവുന്നതേ ഉള്ളൂ. നീ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വിളിക്കണോ? ഞാൻ തന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധ ഡയൽ ചെയ്ത് നോക്കുകയാണ്. സ്വിച്ച് ഓഫാ. അല്ല, അങ്ങനെ ഒരു പതിവില്ലല്ലോ. അതെന്തായാലും നന്നായി. അതെ, ഞാൻ വിക്രമൻ ചേട്ടനോട് സഹായം ചോദിച്ചാൽ ഞാൻ ചിലവാക്കിയതിന് കണക്ക് ചോദിക്കുക എന്ന് കരുതൂലേ? ഞാനതൊന്നും ചിലവാക്കിയത് തിരിച്ച് കിട്ടാനല്ല. അപ്പോൾ നിൻ്റെ ഓട്ടോ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. ഇനിയിപ്പം വഴിയില്ലെങ്കിൽ അത് ലേലത്തിന് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഈ സമയം നമ്മുടെ വിക്രം വിശന്ന് വലഞ്ഞിരിക്കുകയായിരിക്കും. ഈ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വലിയ കാര്യത്തിൽ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞതല്ലേ, ഇനി അപ്പോൾ ഞാനെങ്ങനെയാണ് ചോദിക്കുക? അപ്പോൾ വിക്രം തന്നെ പറയാണ്, ഞാനിപ്പോൾ എന്തിനു ചോദിക്കണം, എൻ്റെ വീടല്ലേ. ഇതും പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ പോയിട്ട് വെള്ളം എടുത്ത് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ചോറ് അവിടെ എവിടെയോ ഉണ്ടോയെന്ന് പരുതുന്നുണ്ട്. ലാസ്റ്റ് അവിടെ എവിടെയും കാണാഞ്ഞിട്ട് നമ്മുടെ വേദ പാത്രം കഴുകി വെക്കായിരിക്കും. അപ്പോഴാണ് പോയിട്ട്, അതെ അമ്മ ചോറ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അല്ല, നീക്കല്ലേ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ ഫുഡ് വേണം, നീക്ക് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് മൊത്തം ഞാൻ കഴിച്ചു. അല്ല, നീ ആരടി, ബെഗൻ്റെ ഭാര്യയോ? നിങ്ങൾ ബെഗനാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല.
എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കഴിച്ചു, ബാക്കിയുള്ളത് ഞാൻ വേസ്റ്റ് ബിന്നിലിട്ടു. വേസ്റ്റ് ബിന്നിലിടാനോ? അതെ, ചോറ് വേസ്റ്റ് ബിന്നിലിടുന്നത് ഒരു സങ്കടം തന്നെയാണ്. പക്ഷെങ്കിൽ വേറെ ആരും കഴിക്കാനില്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പം ഞാനോ? നീക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറച്ചിൽ കേട്ടപ്പോൾ നീക്കിനി ഫുഡേ വേണ്ടെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് റവ ഇരിപ്പുണ്ട്, ഞാനേ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. എന്നിട്ട് വേണം വായിൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കാൻ. എങ്കിലും നിങ്ങൾ തന്നെ പോയി ഉണ്ടാക്കുന്നേ. അതിനെ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് വിക്രം അടുക്കളയിലേക്ക് പോയിട്ട് ഇനിയിപ്പം റവ എവിടെയാണെന്നും പറഞ്ഞിങ്ങനെ തപ്പിത്തിരയുന്നുണ്ട്. അതിനിടയിൽ ഇഡ്ഡലി പാത്രം എടുക്കുമ്പോൾ, ഇഡ്ഡലി ചെമ്പിലാണോ റവ ഉണ്ടാക്കാൻ പോകുന്നത്? അല്ല, എന്താ തിരയുന്നത്? റവയാണോ തിരയുന്നത്? ആ മഞ്ഞ പാത്രത്തിലുണ്ട് റവ. അങ്ങനെ നമ്മുടെ വിക്രം റവയൊക്കെ എടുത്ത് കഴുകാൻ പോകും. അല്ല, നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത്? റവ കഴുകാൻ പോവുകയാണോ? ഞാനേ നിന്നെ പോലെയല്ല, കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എടാ മണ്ട, ഇത് റോസ്റ്റഡ് റവയാണ്, കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലങ്ങോട്ട് ഇട്ടാൽ മതി. അത് പറയണ്ടേ, റോസ്റ്റഡ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ റോസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ റവ കഴുകുമായിരുന്നോ? കഴുകാൻ പാടില്ലെന്നുള്ള നിയമമൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഒരു പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അല്ല, ഇത് റവ വെക്കാനുള്ള വെള്ളമാണോ നിങ്ങൾ ഈ വെച്ചിരിക്കുന്നത്? അല്ല, എനിക്കൊരു സംശയം, നിങ്ങൾ കുറുക്കാണോ അല്ലെങ്കിൽ റവയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതും ചോദിച്ച് നമ്മുടെ വേദ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. വിക്രം ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുകയാണ്, അല്ല, ചീനച്ചട്ടിയിലാണോ റവ ഉണ്ടാക്കുന്നത്? ആ സമയം നമ്മുടെ വേദ എങ്ങനെയാണ് റവ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വൃത്തിയായി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ഇങ്ങനെയാണ് നമ്മൾ ചെറിയ രീതിയിൽ റവ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ അമ്മ ഉണ്ടാക്കുന്ന റവയുടെ റെസിപ്പി അല്ലേ? ഞാനേ ഈ സ്റ്റൈലല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിച്ചതാ. എങ്കിലേ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കി വിഴുങ്ങിക്കുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വേദ അവിടുന്ന് പോയി ഒരു ചെയറിലിരിക്കുന്നുണ്ട്. ആ സമയം വിക്രം വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് ആദ്യം ചീനച്ചട്ടി വെക്കണം എന്ന് പറഞ്ഞ് ചീനച്ചട്ടി വെക്കുന്നുണ്ട്. പിന്നെ വേദ പറഞ്ഞ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വേദയാണെങ്കിൽ വിക്രം ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഉണ്ട്, അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്